ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ വിചാരിച്ചത് സ്കാം ആയിരിക്കും എന്നാണ്. പക്ഷേ ഞാൻ പേഴ്സണലി ട്രൈ ചെയ്ത് മൈ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ എവിഡൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വിഡ്രോ അടിക്കുന്നത് ഇനി കാണിച്ചു തരാം കേട്ടാ. 50 പോയിൻറ്റ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആസ് യു ക്യാൻ സി, നിങ്ങൾക്ക് കാണാം. ഞാൻ ഉണ്ടല്ലോ ഇനി ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ക്രോമിൽ പോയിട്ട് കാണിച്ചു തരാം. സേഫ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, റിസൾട്ടും കാണാം. സംഭവം ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടാ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് സെക്ഷൻ എടുത്താൽ മതി, അവിടെ കിടപ്പുണ്ട്. അതിലൊന്ന് കയറിയതിന് ശേഷം പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ടൈപ്പ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എനേബിൾ ആക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടേ ഇവിടെ നിങ്ങൾക്ക് 2 കോളം ഉണ്ട്, അത് 2 ടിക്ക് കൊടുത്താൽ മതി. ടിക്ക് കൊടുത്തതിന് ശേഷം താഴത്തെ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം മൊബൈൽ നമ്പർ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വേണം കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇവിടെ താഴെ നോക്കിയാൽ ഗോ ടു ആക്സസിബിലിറ്റി പെർമിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിങ്സിലോട്ട് പോകും. സെറ്റിങ്സിലാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓഫായിരിക്കും, ഓണാക്കി കൊടുത്താൽ മതി. ഓണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അലോ ക്ലിക്ക് ചെയ്താൽ മതി. ഈ പെർമിഷൻ ഓണാക്കി കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ഈ ഒരു പെർമിഷൻ ഓണാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീണ്ടും ആപ്ലിക്കേഷനിൽ വന്നതിന് ശേഷം താഴെ തന്നെ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓഫായിരിക്കും, ഓണാക്കി കൊടുത്താൽ മതി. ഗൈസ്, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഏജ് കേൾക്കും. അപ്പം നിങ്ങൾ 28 വയസ്സിന് മുകളിലോട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, 28 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, 28 തന്നെ കൊടുക്കണം. ഓക്കെ, അത് മാൻഡേറ്ററി ആണ്. അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജെൻഡർ കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫീമെയിൽ കൊടുക്കണം. ഓക്കെ, ഒരിക്കലും മെയിൽ കൊടുക്കരുത്, ഫീമെയിൽ കൊടുക്കണം. അതിന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. ഗൈസ്, ഫീമെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് ഒരു സർവേ വരും. ആ ഒരു സർവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ, എന്തെങ്കിലും കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്താൽ മതി. കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഗോ ബാക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പം കാണാനായിട്ട് സാധിക്കും, കണ്ടില്ലേ, 0 പോയിൻറ്റ്സ് ആണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ വർക്കൊന്നുമില്ല. നമ്മൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യരുത്. ഓക്കെ, ഡിവൈസിലൊന്ന് വെച്ചിരുന്നാൽ മതി. പെർ വീക്ക് നമുക്ക് 12 പോയിൻറ്റ്സ് വെച്ച് വെറുതെ ആടാവും. 50 പോയിൻറ്റ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത നമ്പർ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾ ഏത് നമ്പറാണോ കൊടുക്കുന്നത് അതിലോട്ടായിരിക്കും നിങ്ങൾക്ക് അവരയച്ചു തരുന്നത്.